തേർഡ് പാർട്ടി ലോൺ ആപ്ലിക്കേഷൻസ് എടുത്ത് നിങ്ങൾ പെട്ടിരിക്കുന്നവരാണോ? അതോ നിങ്ങൾ ലോൺ എടുക്കാൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾ ലോൺ എടുക്കാൻ നിൽക്കുന്നവരാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ കണ്ടതാണ്. അതായത് ഒരു പയ്യൻ ഇതേപോലെ ലോൺ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വഴി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ എടുത്തിട്ട് ആ പുള്ളിക്കാരന് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കും റിക്കവറി ഏജൻസി പുള്ളിക്കാരനെ ത്രട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ആ പ്രഷർ സഹിക്കാൻ വയ്യാണ്ട് പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ആ ന്യൂസ് നിങ്ങളതിനെ കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. ലോൺ ആപ്പിന്റെ കടന്ന കൈപ്രയോഗം അവരുടെ ഭീഷണി മൂലമാണ് ഈ ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും ഈ ആപ്പ് വഴി പണം കടമെടുക്കുന്നത് സാമ്പത്തിക ബാധ്യത മൂലമാണ് പണം കടമെടുത്തത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. സ്വാഭാവികമായും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. കണ്ടല്ലോ, അതായത് ഏത് പേഴ്സണൽ ലോൺ ആപ്പ് ആയിക്കോട്ടെ, അതായത് ഫേമസ് ആയ ഏത് ആപ്പ് ആയിക്കോട്ടെ, അതായത് നവി ആയിക്കോട്ടെ, ക്രെഡിറ്റ് ബി ആയിക്കോട്ടെ, അതായത് ഇനി ഫേമസ് ആയിട്ട് ബഡി ലോൺ, അങ്ങനെ കുറേ ഇത് നമ്മുടെ വിരാട് കോഹ്ലി മറ്റേ സേവാഗൊക്കെ മറ്റേ നമ്മുടെ IPL നടക്കുന്ന സമയത്ത് ക്രെഡിറ്റ് ബിയുടെ ഒക്കെ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻസ് വരെ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെ കുറേ ലോൺ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ബേസിക് ആയിട്ടൊരു കാര്യം പറയാം. ലോൺ ആപ്ലിക്കേഷൻസ് നിങ്ങളിപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ ക്രെഡിറ്റ് ബി ആയിക്കോട്ടെ, നിങ്ങൾ നാവി ആയിക്കോട്ടെ, നിങ്ങൾ DMI ആയിക്കോട്ടെ, ഏതൊരു ലോൺ ആപ്ലിക്കേഷൻ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഇവർ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇപ്പോൾ ലോൺ ബൗൺസ് ആയെന്ന് വിചാരിക്കുക. ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫസ്റ്റത്തെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ലോൺ ബൗൺസ് ആയി. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ക്രെഡിറ്റ് ബി ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് ബി ആണെന്ന് വിചാരിക്കുക. ക്രെഡിറ്റ് ബി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രെഡിറ്റ് ബിയുടെ അവിടെ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് സാർ നിങ്ങൾ എന്താ ലോൺ അടയ്ക്കാൻ വയ്യാതെ, നിങ്ങൾ എപ്പോൾ അടയ്ക്കും ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഇന്ന ഡേറ്റിനുള്ളിൽ അടയ്ക്കാമെന്ന് പറയും. അതായത് 20 അല്ലെങ്കിൽ ഇപ്പോൾ 1-ാം തീയതിയാണ് EMI ഡെബിറ്റ് ആവുന്നത്. ഞാൻ പറഞ്ഞു ഞാനൊരു 15-ാം തീയതിക്കുള്ളിൽ ഞാൻ എൻ്റെ EMI അടയ്ക്കാമെന്ന് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ സാർ കട്ട് ചെയ്തിട്ട് 15-ാം തീയതി നമ്മൾ വിളിക്കും. 15-ാം തീയതി നമ്മൾ EMI പേ ചെയ്യാത്ത സമയത്ത് അപ്പോൾ എന്താ ചോദിക്കും, സാർ നിങ്ങൾ 15-ാം തീയതി അടയ്ക്കാമെന്നല്ലേ പറഞ്ഞു, എന്തുകൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല, എനിക്ക് ഫണ്ട് വരാൻ ഡിലേ ആയിട്ടുണ്ട്, എനിക്കിപ്പോൾ ഈ മാസം അടയ്ക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു 20-ാം തീയതി കഴിഞ്ഞത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ക്രെഡിറ്റ് ബി ആയിക്കോട്ടെ, ഇത് ക്രെഡിറ്റ് ബിയുടെ ഒറിജിനൽ അവരുടെ മെയിൻ ആയിട്ടുള്ള സർവീസ് സെൻ്ററിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. ഇപ്പോൾ 1-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും അടച്ചിട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെയുള്ള ഡേറ്റിൽ നിങ്ങളെ വിളിക്കുന്നത് ക്രെഡിറ്റ് ബിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ട് ഏജൻസി ആയിരിക്കും വിളിക്കുന്നത്. അവരെന്നിട്ട് നിങ്ങൾ അവർ മര്യാദയ്ക്കായിരിക്കും ചോദിക്കുന്നത് നിങ്ങളോട്. അതിനുശേഷം ഈ 20-ാം തീയതി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് ബി വേറെ കുറേ ലോക്കൽ ആയിട്ടുള്ള ഏജൻസി, അതായത് മണി കളക്റ്റിംഗ് ഏജൻസീനെ ഇവർ അപ്രൂവ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മളുടെ അടുത്ത് നമുക്ക് മെസ്സേജ് വരും, നിങ്ങളുടെ ഇതേപോലെ ലോൺ ആപ്ലിക്കേഷന് ഇതേപോലെ ക്രെഡിറ്റ് ബിയിൽ നമ്മൾ അസൈൻ ചെയ്ത് വിട്ടു, നിങ്ങളുടെ കേസ് വിട്ടിട്ടുണ്ട്, നമ്മുടെ ഇതിന് വിട്ട് വേറൊരു ഏജൻസിക്ക് നമ്മൾ കൈമാറി എന്ന് പറഞ്ഞ് കാണിക്കും. ഈ ഏജൻസിക്കാരെന്ത്, ഇവരൊരു റിക്കവറി ഏജൻസാണ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിളിച്ചിട്ട് സംഭവം എന്ന് വെച്ചാൽ നല്ല ഭീഷണിയായിരിക്കും. അതായത് ഭീഷണി പോലത്തെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കും, നിങ്ങൾ ഇത്രയും ദിവസത്തിനുള്ളിൽ പേ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ലീഗലായിട്ട് ചെയ്യും, അങ്ങനെ ഭയങ്കര നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ നേരിടണം, നിങ്ങൾ ആദ്യം ചെയ്യണം, നിങ്ങൾക്ക് ഇതേപോലത്തെ കോൾസ് വരികയാണ്, നിങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുക. അതായത് ഇവർ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കോളായിരിക്കും വരുന്നത്, നമുക്ക് തിരിച്ച് വിളിക്കാൻ പറ്റാത്ത ടൈപ്പ് കോൾസ് ആയിരിക്കും വരുന്നത്. അതായത് നമുക്ക് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കോൾ തിരിച്ച് വിളിക്കാൻ പറ്റില്ല, ആ ടൈപ്പ് കോൾസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോൺ എടുക്കാണ്ടിരുന്നാൽ പോരെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റെഫറൻസ് നമ്പറില്ല, ഇപ്പോൾ നിങ്ങളിപ്പോൾ അച്ഛൻ്റെ നമ്പർ ആയിക്കോട്ടെ അമ്മയുടെ നമ്പർ ആയിക്കോട്ടെ എന്ന് കൊടുത്തതെന്ന് വെച്ചോ, റെഫറൻസ് നമ്പറായിട്ട് ആ റെഫറൻസ് നമ്പറിലെല്ലാം കടന്നങ്ങ് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവർ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് നിങ്ങൾ പറയുക എന്താ കാര്യം എന്ന് പറയുക, നിങ്ങൾ ഇങ്ങനെ അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നമാണ്, അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളത് ഫുൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും തെറി വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നോക്കുക, നേരെ നമ്മുടെ സൈബർ സെല്ലിലോട്ട് പരാതി കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി, ഹൗ ടു ഫയൽ എ കംപ്ലയിൻറ്റ് ഇൻ സൈബർ സെല്ലിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ ചെറുക്കൻ്റെ അകത്ത് വ്യക്തമായി പറഞ്ഞത്, ആ ചെറുക്കൻ്റെ ഫേസൊക്കെ മോർഫ് ചെയ്ത രീതിയിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ട്. ആ ഫോട്ടോ എവിടുന്ന് കിട്ടി, അത് ഫോൺ ഹാക്ക് ചെയ്താണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോൺ അപ്രൂവ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫേസ് ആയിട്ട് നമ്മൾ ജീവനുള്ള ഒരാളാണെന്ന് അറിയിക്കണമല്ലോ ഈ ആപ്ലിക്കേഷൻസിന്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എടുക്കാൻ പറയും, ആ വീഡിയോയിൽ നമ്മുടെ തല ഇങ്ങോട്ടും ആട്ടാൻ പറയും, നമ്മളൊരു സെൽഫി എടുക്കാൻ പറയും. ആ സെൽഫിയിലെ ഇമേജാണ് ഇവർ മോർഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് സംഭവം എന്ന് വെച്ചാൽ ഫോൺ ഹാക്കൊന്നും ചെയ്തിട്ടില്ല. അതായത് ഈ സംഭവം ഇവർ നമ്മൾ ആ വെരിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ഫോട്ടോയാണ് ഇവരെടുത്ത് മോർഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ക്രൈമാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം കഴിയുകയും നമ്മളൊരു ഓൺ ഗുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് സൈബർ സെല്ലിൽ പരാതി കൊടുക്കാം, അതിനുശേഷം നമുക്ക് ഓൺ ഗുഡ്സ്മാന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ റിക്കവറി ഏജൻസി ഹറാസ് ചെയ്യാനോ ഇത് ചെയ്യാനോ പാടില്ലെന്നൊരു നിയമമുണ്ട്. നിങ്ങൾക്ക് ലീഗലി ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോൺ റീപേ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല. അതാണ് ഇതിൻ്റെ നമുക്കൊരു പോസിറ്റീവ് വശം വരുന്നത്. അതായത് ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കാനോട് സമ്മതിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീഗലായിട്ട് നേരിടണം. അല്ലാണ്ട് ഇതേപോലെ ഹറാസ്മെൻ്റ് ആയിട്ട് രീതി വരികയാണെങ്കിൽ നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുക.
പിന്നെ ഇതൊരു സിവിൽ കേസാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ 1, 2, 3 അത് 4, 5, 6 EMI ബൗൺസാന്ന് വെച്ചാൽ നിങ്ങളെ പിടിച്ച് ജയിലിടാൻ പോകുന്നില്ല. ഇതൊരു സിവിൽ കേസാണ്. സിവിൽ കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 15 തൊട്ട് 16 വർഷം വരെ നീണ്ടു പോകുന്ന ടൈപ്പ് ഒരു കേസാണ്. അപ്പോൾ നമ്മൾ നോർമൽ ക്രിമിനൽ കേസസ് പോലെ അപ്പം തന്നെ പിടിച്ച് സ്പോട്ടിൽ റിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇത് സിവിൽ കേസ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടൊരു അത്ര ഒരു ഗ്രാവിറ്റി ഉള്ളൂ. അതാണ് ഇവർക്ക് വ്യക്തമായി അറിയാം. അതായത് കേസും കാര്യത്തിലൊക്കെ ഇവർക്ക് വ്യക്തമായി അറിയാം. ഈ ലോൺ ആപ്ലിക്കേഷൻ തരുന്നവർക്ക് വ്യക്തമായി അറിയാം. അതായത് ഇതേപോലെയുള്ള നമ്മൾ ലോൺ തന്നിട്ട് ഇത് റീപേ ചെയ്യാത്ത ഒരു കേസിന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയാണ് പണി ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ഇതേപോലത്തെ ഭീഷണിയായിട്ട് വരുന്നത്. പിന്നെ വേറൊരു പരിപാടിയുണ്ട് ഇവർക്ക്, OTP സ്പാമിങ്. അത് നമ്മളിപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഇതേപോലെ ഇവർ ഇവർ പറയുന്ന ഭീഷണി ഒന്നും വില കൊള്ളുന്നില്ലെന്ന് വെച്ചോ. ഇവർ പറയുന്ന ഭീഷണി നമ്മൾ തെറി വിളിക്കുന്നു, നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ആ രീതിയിൽ നമ്മൾ അവരെ അങ്ങനെ തള്ളിക്കളയുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ OTP സ്പാമിങ് ഉണ്ട്. അതായത് നമ്മുടെ നമ്പർ ഇവർ ഓൺലൈനിൽ ഇതിൽ അടിച്ചു കൊടുക്കും. അപ്പം നമുക്ക് കുറേ ഒരു 1500 ഒരു മിനിറ്റിൽ ഒരു 1500 മെസ്സേജ് നമ്മുടെ ഫോണിൽ വരും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോലെയെന്ന്. അല്ല, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്ന പ്ലാറ്റ്ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യുവിൻ പ്ലാറ്റ്ഫോം. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സിൽ നമ്മളിപ്പോൾ എൻ്റെ നമ്പർ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ലോഗിൻ ചെയ്യാൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ആ നമ്പറിൽ ഒരു OTP വരും. ഹോട്ട്സ്റ്റാറിൽ എൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. ആ ഇൻഡിഗോയുടെ ആപ്പ്, എയറോപ്ലെയിൻ ആപ്സ്, പിന്നെ മറ്റേ ഫ്ലൈറ്റ് ജെറ്റ്സിൻ്റെ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന സമയത്താണ് ആപ്പ്. ഇതൊക്കെ അത് നമ്മുടെ ഈ നമ്പറും എല്ലാ ഇതിലും അറ്റ് എ ടൈം പെട്ടെന്ന് ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതൊക്കെ അറ്റ് എ ടൈമിൽ ഇവരങ്ങോട്ട് OTP സ്പാമിന് കൊടുക്കും. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് എല്ലാ ജെന്യുവിൻ ആയിട്ടുള്ള മറ്റേ വെബ്സൈറ്റ്സിൽ നിന്ന് നമുക്ക് OTP ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് ഇപ്പം നിങ്ങളുടെ നമ്പർ എനിക്കറിയാം, ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിലോട്ട് ഒരു OTP വരും ലോഗിൻ ചെയ്യാനായിട്ട്. അതേപോലത്തെ ഒരു OTP, ഒരു 1500 OTP ഇവർ OTP സ്പാമിങ് രീതിയിലായിരിക്കും. നമുക്ക് ഫോൺ ഹാങ് ആയി പോകും കുറച്ച് നേരം. പക്ഷേ നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് ആ സാധനം കുറച്ച് നേരം കഴിഞ്ഞാൽ ആ സാധനം നിൽക്കും. അത് ഇവന്മാരുടെ പരിപാടി. എന്നിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ വിചാരിക്കും വന്നാൽ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്താൽ പോരെയെന്ന് ചോദിക്കും. പക്ഷേ ഇവരുടെ കസ്റ്റമർക്ക് നമ്മൾ ഈ മെയിലും ഈ സാധനം വെച്ച് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പറയും, സാർ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയത്തുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ, അതായത് ഇതേപോലത്തെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് തന്നെ അപ്പോൾ തന്നെ മറ്റേ ഈ സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓൺ ഗുഡ്സ്മാൻ ഓൺലൈനിൽ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് ഹൗ ടു ഫയൽ എ കംപ്ലയിൻറ്റ് ഇൻ ഓൺ ഗുഡ്സ്മാൻ, ഹൗ ടു ഫയൽ എ കംപ്ലയിൻറ്റ് ഇൻ സൈബർ സെൽ എന്ന് അടിച്ചു സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓൺലൈനിൽ സൈബർ സെല്ലിലും മറ്റേതിലും ഓൺ ഗുഡ്സ്മാനും പരാതി കൊടുക്കുക. ഇതേപോലെ തെറി വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ 6 മണി കഴിഞ്ഞ്, അതായത് വൈകിട്ട് 6 മണി കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഫോണിലോട്ട് ഇതേപോലെ കളക്ഷൻ ഏജൻസി വിളിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലോട്ട് ഇതിൻ്റെ ഒരു പ്രയർ നോട്ടീസ് ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലോട്ട് ചുമ്മാ ഇത് പൈസ ഡിമാൻഡ് ചെയ്തുകൊണ്ട് EMI ഡിമാൻഡ് ചെയ്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഇൻ കേസ് ഡിമാൻഡ് ചെയ്ത് ഇവർ വരികയാണെങ്കിൽ നമ്മളെ നേരത്തെ അറിയിക്കണം. പ്ലസ് ഇവരുടെ ഒരു ID നമ്മളെ കാണിക്കണം. ഇവർ നമ്മളെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻസിന് സംഭവം എന്ന് വെച്ചാൽ ഈ കുന്തൊന്നും ഇവരുടെ കയ്യിലുണ്ടാവും. അതായത് നമ്മുടെ നോർമൽ HDFC ബാങ്ക് അങ്ങനത്തെ പേഴ്സണൽ അങ്ങനത്തെ നമ്മുടെ ഒറിജിനൽ ഓതറൈസ്ഡ് ബാങ്ക്സിന് മാത്രമേ ഈ പരിപാടിയൊക്കെ ചെയ്തുള്ളൂ. ഇതേപോലെ കുറേ ഉഡായിപ്പ് ആപ്പുകൾസിലൊക്കെ ഉഡായിപ്പ്സ് എന്ന് വെച്ചാൽ ഉഡായിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജെന്യുവിനായിട്ട് അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ മാസം കറക്റ്റ് അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. അടച്ചു കഴിഞ്ഞാൽ കഴിയും, അത് ഞാൻ അവർ വീണ്ടും ലോൺ തരും. പക്ഷേ ഇത് ബൗൺസ് ആവുന്ന സമയത്താണ്, അതായത് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങളൊരു പേഴ്സണൽ ലോൺ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പേഴ്സണൽ ലോൺ എടുക്കുന്നത് നിങ്ങൾക്ക് നിവൃത്തിയില്ല, നിങ്ങൾക്ക് ആ സമയത്ത് 1, 2 EMI അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു പണി കിട്ടുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ട കാര്യം എന്ന് ഞാൻ പറഞ്ഞോളൂ. ഇതേപോലത്തെ ഒരു ഹറാസ്മെൻറ്റ് നേരിടുമ്പോൾ നിങ്ങൾ ആരെയും പേടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ അപ്പോൾ തന്നെ സൈബർ സെല്ലിൽ ഓൺ ഗുഡ്സ്മാനും പരാതി കൊടുക്കുക. നിങ്ങൾക്ക് അത് അവരിങ്ങോട്ട് തെറി വിളിച്ച് ഇതേപോലെ ഹറാസ്മെൻറ്റും നിങ്ങളുടെ ഫോട്ടോസൊക്കെ മോർഫ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ലോൺ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ലോൺ എമൗണ്ട് നിങ്ങൾക്ക് തന്നെ കോമ്പൻസേഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് ഇതേപോലെ മാനനഷ്ടം ഉണ്ടെന്ന് പറഞ്ഞ് ഇതേപോലത്തെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ. അത് പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇതേപോലത്തെ മണ്ടത്തരം ചെയ്ത് നമുക്ക് ഇതിന് ലീഗലായിട്ട് ഇവരിപ്പോൾ ഇതിൽ ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ ചെയ്തിട്ട് ഇത് നമ്മുടെ ഫേസും ഇതൊക്കെ മോർഫ് ഇട്ടിട്ട് ഇവർ ലീഗലി മൂവ് ചെയ്യുന്ന ഇവർ തന്നെ പെടത്തുള്ളൂ. അവർക്കത് ഇതേപോലത്തെ ആപ്ലിക്കേഷൻസിന് വ്യക്തമായി അറിയാം. ഏതൊരു ആപ്ലിക്കേഷൻസ് ആയിട്ട് നാവി ഫിനാൻസ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബഡി ലോൺ ഇത് ഇപ്പോൾ അവർ പറയും ചിലവർ പറയും അയ്യോ ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ലല്ലോ എന്ന്. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് എനിക്കിതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കുറേ പേര് പറയും. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻസും സേഫാണ്.
ഞാൻ പറഞ്ഞു ഇൻക്ലൂഡിങ് ഇത് ക്രെഡിറ്റ് ബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആപ്പാണ്. ഇവരുടെ നിങ്ങളൊരു ഒന്നോ രണ്ടോ EMI ഒന്ന് ബൗൺസ് ആക്കി നോക്ക്, അപ്പോൾ ഇവരുടെ തനി രൂപം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ 1 to 20 days, അതായത് 1 തൊട്ട് 20 ദിവസം വരെ ഇവർ ക്രെഡിറ്റ് ബിയുടെ ഒഫീഷ്യൽസ് ആയിരിക്കും വിളിക്കുന്നത് നിങ്ങളെ. അവർ മര്യാദയ്ക്കായിരിക്കും സംസാരിക്കുന്നത്. അതിനുശേഷം 20-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ഈ കേസ് വേറെ കളക്ഷൻ എക്സിക്യൂട്ടീവ് ഏജൻസിയിലോട്ട് ലോക്കൽ ഏജൻസിയിലോട്ട് വിടുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവർ അസൈൻ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസിനായിരിക്കും, ഹിന്ദിക്കാരായിരിക്കും വിളിക്കുന്നത്. ചിലപ്പോൾ ആ ഹിന്ദി അവിടെ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ മലയാളീസ് ഉണ്ടാവും, മലയാളീസ് നമ്മളെ പച്ചത്തറി വിളിക്കും. അങ്ങനെ കുറേ ഇതുണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് കോമൺ ആയിട്ട് നടക്കുന്നതാണ്. ഇത് നോർത്ത് ഇന്ത്യൻസ് ഇഷ്ടം പോലെ നടന്നു, അത് അവിടെയും ഇഷ്ടം പോലെ സൂയിസൈഡ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഇത് കുറേ സ്ട്രിക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പയ്യൻ ചെയ്ത വലിയൊരു മണ്ടത്തരാണ്. ഇതേപോലത്തെ മോർഫ് ചെയ്ത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ അവൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്യായിരുന്നു, അവന് ഓൺഗുഡ്സ്മാന് പരാതി കൊടുക്കായിരുന്നു, ഇവന് നല്ല രീതിയിലൊരു കോമ്പൻസേഷൻ മേടിച്ചെടുക്കായിരുന്നു. എന്തായാലും ഇതേപോലത്തെ കാര്യം അറിയാത്തതുകൊണ്ടാണ് പുള്ളിയുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അടിച്ച് പുള്ളീനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. അങ്ങനെ കുറേ ഒരു മെൻ്റൽ പ്രഷറിൽ കൂടെ പുള്ളിക്കാരനെ തള്ളി വിട്ടു ഇവർ. ആ ഒരു ഇത് കാരണമാണ് പുള്ളിക്കാരൻ ആ ഒരു കടുങ്കൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ആപ്ലിക്കേഷൻ എടുത്തെങ്കിൽ ഇതേപോലെ പെട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ആപ്ലിക്കേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പമില്ല. അതേ സമയത്ത് ഇത് ബൗൺസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തെറിവിളി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഓൺഗുഡ്സ്മാനും ഈ സാധനത്തിനും കൺസ്യൂമർ ഈ നമ്മുടെ സൈബർ സെല്ലിലോട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ലീഗലി ഇവർ ചുമ്മാ വാട്സാപ്പിൻ്റെ കണ്ണി കണ്ട വാട്സാപ്പ് നമ്പറിൽ കൂടെ, അതായത് പോലീസുകാരുടെ ലോഗോ ഒക്കെ ഇട്ടിട്ട് വാട്സാപ്പ് നമ്പർ വി ആർ സെൻഡിങ് യു എ ലീഗൽ നോട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ വാട്സാപ്പിൽ കുറേ തൊട്ടി മെസ്സേജൊക്കെ അയക്കും. അതായത് ഗവൺമെൻറ് റൂൾ പ്രകാരം നിങ്ങൾ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, ആ തേങ്ങയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിൽക്കുകയാണ്, ഹൈക്കോർട്ടിൽ നിന്ന് ഒരു ഇത് വരികയാണ്, ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞ് ഇന്ന ഒരു സമൻസ് വന്നിരിക്കുന്ന രീതിയിൽ ആ രീതിയിലായിരിക്കും വരുന്നത്. അത് പക്ഷേ രജിസ്റ്റേർഡ് പോസ്റ്റിലായിരിക്കും വരുന്നത്. അത് ചുമ്മാ കണ്ണിക്കണ്ട ആപ്പ പോസ്റ്റിലായിരിക്കും, രജിസ്റ്റേർഡ് പോസ്റ്റിൽ കൂടെ ഒരു സമൻസ് എന്ന രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ അതൊക്കെ ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ തന്നെ ഇവർക്ക് ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ തന്നെ എങ്ങനെ പോയാലും ഇത് ഒരു കേസായിട്ട് എടുക്കണമെങ്കിൽ തന്നെ എങ്ങനെ പോയാലും ഒരു 1-2-3 വർഷം എടുക്കും. അപ്പോൾ നിങ്ങൾ അത് ചിന്തിക്കുക. അതായത് ഇവർക്കത് ലീഗൽ വശം ഇവർ ലീഗലി പോയി കഴിഞ്ഞാൽ ഇവർ പെടുമെന്ന് ഇവർക്ക് വ്യക്തമായി ഓർമ്മ. അതായത് ഇവർക്കൊക്കെ പ്രോപ്പറായിട്ടൊരു ഇതുപോലും ഇല്ല. അപ്പോൾ ഇവർക്ക് ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ പെടുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. അതായത് ഇവർക്ക് അത്രയും ഇത് ശരിക്കും പറഞ്ഞാൽ ചില ആപ്ലിക്കേഷൻസൊക്കെ ഇല്ലീഗലാണ് ഇന്ത്യയിൽ. എന്നിട്ട് പോലും ഇതേപോലെ ലോൺസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വ്യക്തമായി അറിയാം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഉടായ്പാണ്. ഞാൻ പറഞ്ഞ ക്രെഡിറ്റ് ബിയുടെ കാര്യമല്ല, ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ഞാനൊരു എക്സാമ്പിൾ പോലെയാണ് പറയുന്നത്. ക്രെഡിറ്റ് ബിയുടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ, ഒരു ലോൺ ആപ്ലിക്കേഷൻ ഒരു എക്സാമ്പിൾ പോലെയാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ ക്രെഡിറ്റ് ബിയുടെ ആണെങ്കിൽ തന്നെ, ഇപ്പോൾ ക്രെഡിറ്റ് ബിയുടെ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ ഇവരുടെയും ഇത് ലോൺ ബജാജ് ആയിക്കോട്ടെ, ബജാജിൻ്റെ ഇതായിക്കോട്ടെ, നിങ്ങളൊരു 2-3 EMI ഒന്ന് മിസ് ചെയ്ത് നോക്ക്, നല്ല ഇതായിരിക്കും. അതായത് ഇവർ ഫസ്റ്റ് ഒരു 10-20 ദിവസത്തേക്ക് മിണ്ടത്തില്ല. അതിന് ശേഷം ഇവർ വേറെ റിക്കവറി ഏജൻസിനൊക്കെ അങ്ങോട്ട് ഫോൺ കൊടുക്കും. അപ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കാണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഓൺഗുഡ്സ്മാനും മറ്റേതിനും പരാതി കൊടുക്കുക. പിന്നെ ഇവർ കാണിക്കുന്ന സാധനങ്ങളൊന്നും വരലാതിരിക്കുക. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇവർ ഫോൺ വിളിക്കുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഏതൊക്കെ നമ്പറിലാണ് വിളിക്കുന്നത് ആ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ ആരെങ്കിലും ഇതേപോലെ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആരെങ്കിലും വിളിച്ച് ഇതേപോലെ ഇൻഫോം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നല്ല രീതിയിൽ പറഞ്ഞു പോകും. അതായത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു ഓപ്ഷനും ഇല്ല. നിങ്ങളിപ്പോൾ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലവർക്ക് ഈ ലോൺ ആപ്ലിക്കേഷൻ എടുത്ത് പെട്ടിരിക്കുന്ന ചിലവർക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ചിലവർക്കെങ്കിലും ലോൺ ആപ്ലിക്കേഷൻ എടുത്ത് പെട്ടവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക്കലി ഈ വീഡിയോ ചെയ്തത്. അതായത് നിങ്ങൾക്കും ഇതേപോലെ ലോൺ ആപ്ലിക്കേഷൻ എടുത്ത് കുറേ പേര് തെറി വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ യാതൊരു കാര്യവശം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ലീഗലി അവർക്ക് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ കാണിക്കുന്നതൊക്കെ കാണിച്ചോട്ടെ. പിന്നെ നിങ്ങളും ഇതേപോലെ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ജസ്റ്റ് ഒന്ന് വരാതെ കംപ്ലയിൻറ്റ് ചെയ്താൽ വേറെ ഒരു നൂലാമാലവും നിങ്ങൾക്ക് എതിരെ സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിനാണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.